മീറ്റ് ഡോക്ടർ ഫിദ ഫാത്തിമ ആൻഡ് ഡോക്ടർ അഹമ്മദ് അജ്നാസ്. ഇവർ രണ്ടുപേരും കൂടി റഷ്യയിൽ നിന്ന് ഏകദേശം 300 മുകളിൽ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് ഏകദേശം 6 കോടിയുടെ മുകളിലാണ് സ്കാമിംഗ് അക്യൂസേഷൻ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കൂടെ ഈ ഡിസ്ക്രിപ്ഷനിൽ അടിയിൽ മെൻഷൻ ചെയ്യാം. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി. ആൻഡ് ഇനി അഡ്മിഷനോ അതേപോലെ സ്കോളർഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽ. ഡോക്ടർ ഫിദയ്ക്കും അജ്നാസിനും ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റൈൽസ് ആയിരുന്നു റഷ്യയിൽ. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഫ്ലാറ്റിൽ താമസം, 70,000 രൂപയ്ക്ക് എല്ലാ മാസവും വണ്ടി റെന്റിനെടുക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർക്കും സുഹൃത്തുക്കളും ആഘോഷപരമായിട്ടുള്ള പാർട്ടികൾ നടത്തുന്നു, ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നു. ബട്ട് ആരും അറിഞ്ഞിരുന്നില്ല ആ പൈസയൊക്കെ അവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. റഷ്യയിലെ മലയാളി സംഘടനയൊക്കെ ഉണ്ടായിരുന്ന ഇവര് നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് സപ്പോർട്ടും ആൾക്കാർക്ക് വിശ്വാസവും ഉണ്ടായിരുന്ന 2 പബ്ലിക് ഫിഗേഴ്സ് ആയിരുന്നു അവിടുത്തെ. എനിവേ, അതായിരുന്നു ഇവർ യൂട്ടിലൈസ് ചെയ്തത്. റഷ്യയും യുക്രൈനും കൂടെയുള്ള യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡൗൺ ആയിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കാനും അവരുടെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാനും ഒക്കെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് 2 രക്ഷകന്മാർ അവിടെ എത്തിയത്. കുട്ടികളുടെ ഫീസ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊക്കെ ചേട്ടനും ചേച്ചിയും കൂടെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഏകദേശം 300-400 മുകളിലുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് അവരുടെ സെമസ്റ്റർ ഫീസ് മേടിക്കാൻ തുടങ്ങി. ഏകദേശം 5 കോടിയുടെ മുകളിൽ അത് തന്നെ വരുവേ. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെയൊക്കെ ഫീസ് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ അജ്നാസും ഫിദയും ഇന്നിപ്പോൾ 1 വർഷത്തിന് മുകളിൽ പറയുന്ന ഇടവേളകളിൽ പല കുട്ടികൾക്കും പഠിപ്പിന് ബുദ്ധിമുട്ടുണ്ടായി, പല കുട്ടികൾക്കും നാട്ടിലേക്ക് വരാൻ പറ്റാതായി, പല കുട്ടികളും അവിടെ തന്നെ കുടുങ്ങിപ്പോയെന്ന് തന്നെ പറയാം. ഈ കടങ്ങൾ ഇപ്പോൾ അവരുടെ സ്വന്തം ജോലി ചെയ്തിട്ട് തീർക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 300-ലധികം സ്റ്റുഡൻസിന്റെ കഥകൾ കേട്ടതിന് ശേഷം അജ്നാസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞത്. അജ്നാസ് റഷ്യയിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ റഷ്യയിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് ഇവിടെയും കുറച്ച് കുടുംബങ്ങളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും റഷ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കേഴ്സിന്റെ അടുത്തുനിന്ന് നാട്ടിൽ പൈസ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പൈസ മേടിച്ചിട്ടുണ്ടെന്നും എയർ ട്രാവൽസിലുള്ള ചില ഓഫീസുകളിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസിന് ഡീറ്റെയിൽസ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയും അവിടെ പൈസ കൊടുക്കാതിരുന്നിട്ടുണ്ടെന്നും ഇങ്ങനെയുള്ള കുറേ സ്കാമുകൾ അജ്നാസിന്റെ പേരിൽ അറിയാനിടയുണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടും ഇതൊന്നും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാതെ ഹണിമൂൺ കറങ്ങി പല പല രാജ്യങ്ങളിൽ നടക്കുന്ന ഫിദയോടും അജ്നാസും കൂടെയാണ്. ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ ഇതിനകത്ത് കുടുങ്ങി കിടപ്പുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കരിയർ നിന്ന് പോകുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, പ്ലീസ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ.